വെൽക്കം ബാക്ക് ടു എൻചാൻറ്റഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. അപ്പൊ ഇന്ന് നമ്മള് HSC നാച്ചുറൽ സയൻസ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയംസിന്റെ ലൈഫ് ഹിസ്റ്ററി ആണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ലൈഫ് ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ലൈഫ് ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യുന്നത് രണ്ട് ഫേസിലൂടെയാണ് മനസ്സിലാക്കി അല്ലെ. ഒരു അസെക്ഷൽ ഫേസും ഉണ്ട്, ഒരു സെക്ഷൽ ഫേസും ഉണ്ടെന്ന് മനസ്സിലാക്കി. അതില് നമ്മൾ അസെക്ഷൽ ഫേസിനെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അസെക്ഷൽ ഫേസിൽ നമ്മൾ പറഞ്ഞു ഒരു എക്സോ എരിത്രോസൈറ്റിക് സൈക്കിളും ഒരു എൻഡോ എരിത്രോസൈറ്റിക് സൈക്കിളും ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിന്റെ മറ്റൊരു ഫേസ്, അതായത് ഇത് ഒരു സെക്ഷൽ ഫേസ് ഉണ്ട്, അതിനെ കുറിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് പ്ലാസ്മോഡിയംസ് എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സിലാണ് അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് മനസ്സിലായി. പ്ലാസ്മോഡിയംസിന്റെ ലൈഫ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതൊരു ഡൈജന്റിക് പാരസൈറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മാൻ ആണ്, അല്ലെങ്കിൽ മാൻ ഉൾപ്പെടുന്ന വെർട്ടിബ്രേറ്റ്സ്, റെപ്റ്റൈൽസ്, മാമൽസ് മുതലായവയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതുപോലെ ഒരു ഡെഫിനറ്റ് ഹോസ്റ്റ് ഉണ്ട്. ആ ഡെഫിനറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ഇനി സെക്ഷൽ ഫേസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പൊ നമ്മള് അസെക്ഷൽ ഫേസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി അവിടെ ഒരു ഗാമറ്റോസൈറ്റ് ഫോം ചെയ്യുന്നു പറഞ്ഞു അല്ലെ. ഗാമറ്റോസൈറ്റ് ഫോം ചെയ്യുന്ന എപ്പോഴാണ്? അതായത് കുറെ ഷൈസോഗണി അണ്ടർഗോ ചെയ്ത്, ജനറേഷൻസ് ഓഫ് ഷൈസോഗണി അണ്ടർഗോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചില മീറോസോയിറ്റുകള് ഈ പറയുന്ന യൂഷ്വൽ എരിത്രോസൈറ്റിക് സൈക്കിളിലേക്ക് എൻട്രി ചെയ്യാതെ മാറി നിൽക്കും. അപ്പൊ RBCക്കകത്ത് എൻട്രി ചെയ്തിട്ട് അവിടെ ഇരുന്ന് വളരും എന്നാണ് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഷൈസോഗണി ജനറേഷൻസ് കുറെ ഷൈസോഗണി ജനറേഷൻസ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ചില മീറോസോയിറ്റുകളെ എരിത്രോസൈറ്റിക് സൈക്കിൾ എൻട്രി ചെയ്യാതെ RBC ഇരുന്ന് തന്നെ വളരും. അപ്പൊ അങ്ങനെ വളരുന്നതിനെയാണ് എന്ത് വിളിച്ചത്? ഗെമറ്റോസൈറ്റുകൾ എന്ന് വിളിച്ചത്. ഈ ഗെമറ്റോസൈറ്റുകൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി മെയിൽ ആണ് ഗെമറ്റോസൈറ്റ് ആണെങ്കിൽ അതിന് മൈക്രോ ഗെമറ്റോസൈറ്റ് എന്നും, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ മാക്രോഗെമറ്റോസൈറ്റുകൾ എന്നാണ് പേര് കൊടുത്തത് അല്ലെ. ഇനി നമ്മൾ മനസ്സിലാക്കിയത് ഈ ഗെമറ്റോസൈറ്റുകൾ ഇനി അവിടെ ഡെവലപ്പ് ചെയ്യില്ല. എപ്പോഴും മാത്രമേ അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എപ്പോഴാണ് അത് അതിന്റെ ഡെഫിനറ്റ് ഹോസ്റ്റ് ആയ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നു, അപ്പോഴാണ് ആ ഗെമറ്റോസൈറ്റ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കുക. അപ്പൊ അതിനെ തുടർന്നുള്ള കാര്യമാണ് അടുത്ത നമ്മൾ സെക്ഷൽ ഫേസിൽ പഠിക്കുന്നത്. ഈ സെക്ഷൽ ഫേസില് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സന്റെ ബ്ലഡ് സക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗെമറ്റോസൈറ്റുകളും മറ്റുള്ള സ്റ്റേജുകളും അതിന്റെ സ്റ്റൊമക്കിലേക്ക് ഈ ബ്ലഡിലൂടെ എൻട്രി ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പൊ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് മാന്റെ ബ്ലഡ് സക്ക് ചെയ്യുന്ന സമയത്ത് ഗെമറ്റോസൈറ്റുകൾ അതിനോടൊപ്പം മറ്റുള്ള സ്റ്റേജുകളും പാരസൈറ്റിന്റെ മറ്റുള്ള സ്റ്റേജുകളും ഗെമറ്റോസൈറ്റുകൾ എന്ത് ചെയ്യും? ആ സ്റ്റൊമക്കിലേക്ക്, ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന്റെ സ്റ്റൊമക്കിലേക്ക് ബ്ലഡിലൂടെ എത്തിച്ചേരുന്നു. അതിനുശേഷം ഈ ഗെമറ്റോസൈറ്റ് ഒഴികെയുള്ള മറ്റുള്ള എല്ലാ സ്റ്റേജുകളും സ്റ്റൊമക്കിൽ തന്നെ ഡൈജസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഗെമറ്റോസൈറ്റുകൾ എന്ത് ചെയ്യും? RBCന്ന് പുറത്തേക്ക് വരുന്നു. ഈ RBCന്ന് ഗെമറ്റോസൈറ്റുകൾ പുറത്തേക്ക് വരുന്നതിന് ശേഷം അതിന്റെ ന്യൂക്ലിയസ്, ഈ മൈക്രോ ഗെമറ്റോസൈറ്റുകൾ ആണെങ്കിൽ മൈക്രോ ഗെമറ്റോസൈറ്റുകളെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 6 to 8 ഹാപ്ലോ ന്യൂക്ലിയസ് ആയിട്ട് മാറുമെന്ന് മനസ്സിലാക്കുക. ഇനി ന്യൂക്ലിയസ് എന്ത് ചെയ്യും? അതിന്റെ പെരിഫറിയിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ തന്നെ സൈറ്റോപ്ലാസം പുറത്തേക്ക് ഫ്ലജല്ലയുടെ ഫോമിൽ പുറത്തേക്ക് തള്ളി വരുന്നു. ആ ഓരോ സൈറ്റോപ്ലാസത്തിനും എൻക്ലോസ് ചെയ്ത് ന്യൂക്ലിയസ് കാണുന്നൂടെ ഓർത്തു വെക്കുക. ദീസ് ആർ മൈക്രോ ഗാമീറ്റ്സ് ഓർ മെയിൽ ഗാമീറ്റ്സ് വിച്ച് ആർ സെറ്റ് ഫ്രീ. ഇത്തരത്തിലുണ്ടാകുന്ന ഗാമീറ്റ്സിനെയാണ് മൈക്രോ ഗാമീറ്റ്സ് അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് മാന്റെ ബ്ലഡ് സക്ക് ചെയ്യുന്ന സമയത്ത് ഗെമറ്റോസൈറ്റുകളും അതിനോടൊപ്പം ഉള്ള മറ്റുള്ള സ്റ്റേജുകളും സ്റ്റൊമക്കിലേക്ക് എൻട്രി ചെയ്യുന്നു. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന്റെ സ്റ്റൊമക്കിലേക്ക് ബ്ലഡിലൂടെ എൻട്രി ചെയ്യുന്നു. അതിനുശേഷം ഗെമറ്റോസൈറ്റുകൾ മാത്രം അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റേജുകളും സ്റ്റൊമക്കിൽ ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇനി ഗെമറ്റോസൈറ്റുകൾ ദേ ഗ്രോ ഇൻ സൈസ്, ദേ കം ഔട്ട് ഓഫ് ദി RBC and the nucleus of the microgametocytes. RBCക്ക് പുറത്തു വന്നതിന് ശേഷം ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ന്യൂക്ലിയസ് പെരിഫറിയിലേക്ക് മൂവ് ചെയ്തതിനു ശേഷം ഇനി ഓരോ സൈറ്റോപ്ലാസവും എന്ത് പുഷ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് ഫ്ലജല്ലയുടെ ഫോമിൽ പുറത്തേക്ക് പുഷ് ഔട്ട് ചെയ്യുന്നു. ആൻഡ് ഈച്ച് എൻക്ലോസിംഗ് എ ന്യൂക്ലിയസ്, ഓരോന്നും ഒരു ന്യൂക്ലിയസിനെ എൻക്ലോസ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിനെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? മൈക്രോ ഗാമീറ്റ്സ് അല്ലെങ്കിൽ എന്താണ് മെയിൽ ഗാമീറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഗാമറ്റോസൈറ്റുകളെയാണ് മൈക്രോ ഗാമീറ്റ്സ് അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ്സ് എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. ഇനി മനസ്സിലാക്കേണ്ടത്
ഈ മൈക്രോ ഗാമേറ്റ്സ് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ്സ് ഫ്രീ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്, സെറ്റ് ഫ്രീ. ഇനി മൈക്രോ ഗാമേറ്റ്സ് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സ് അല്ലെ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? മൈക്രോ ഗെമറ്റോസൈറ്റുകളിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കി മൈക്രോ ഗെമറ്റോസൈറ്റുകൾ RBC, അതായത് ഗെമറ്റോസൈറ്റ് RBC പുറത്തേക്ക് വന്നതിന് ശേഷം അതിന്റെ ന്യൂക്ലിയസ് പെരിഫറയിലേക്ക് മൂവ് ചെയ്യുകയും ഇനി സൈറ്റോപ്ലാസം, അതായത് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് പെരിഫറയിലേക്ക് മൂവ് ചെയ്യുന്നു, അതിനു മുമ്പ് എന്ത് സംഭവിക്കുന്നു? ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ, 6 to 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഗെമറ്റോസൈറ്റുകൾ RBC പുറത്ത് വന്നതിന് ശേഷം അത് ഡിവൈഡ് ചെയ്ത് 6 to 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഏത് ഗെമറ്റോസൈറ്റിന്റെ കാര്യം വന്നത്? മൈക്രോ ഗെമറ്റോസൈറ്റിന്റെ കാര്യമാണ് ഇപ്പൊ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഗെമറ്റോസൈറ്റ്സ് RBC പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ മൈക്രോ ഗെമറ്റോസൈറ്റുകൾ ആണെങ്കിൽ അത് 6 to 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുകയും ന്യൂക്ലിയസ് പെരിഫറയിലേക്ക് പോകുന്നു, സൈറ്റോപ്ലാസം ഫ്ലജെല്ലൽ ഫോമിൽ വെളിയിലേക്ക് പുഷ് ഔട്ട് ചെയ്യുന്നു. ഓരോന്നിനും ഒരു ന്യൂക്ലിയസ് എൻക്ലോസ് ചെയ്ത് കാണപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ആ ഒരു പറയുന്ന ഗെമറ്റോസൈറ്റുകളെ അല്ലെങ്കിൽ മൈക്രോ ഗെമറ്റോസൈറ്റുകളായിരുന്നു, അതിന് എന്തെന്ന് വിളിച്ചു? ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കും അതിനെ മൈക്രോ ഗാമേറ്റ്സ് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ്സ് എന്ന് വിളിച്ചു. ഇനി ഇങ്ങനെ ഇവ കാണപ്പെടുന്നത് ഫ്രീ ആയിട്ടായിരിക്കും ഇവ കാണപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു മൈക്രോ ഗാമേറ്റ് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുന്നു. എവിടെ നിന്നാണ്? മൈക്രോ ഗെമറ്റോസൈറ്റുകളിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ഇൻ ദ ഫോം ഓഫ് എ ഫ്ലജെല്ല ഫോർമേഷൻ, അല്ലെങ്കിൽ ഫ്ലജെല്ലയുടെ ഫോമിലാണ് ഇത് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോ ഗാമേറ്റ്സ് ഓർ മെയിൽ ഗാമേറ്റ്സ് ഫ്രം മൈക്രോ ഗെമറ്റോസൈറ്റ്സ് ഇൻ ദ ഫോം ഫ്ലജെല്ല ഈസ് നോൺ ആസ് എക്സ്ഫ്ലജെല്ലേഷൻ. എന്താണ് എക്സ്ഫ്ലജെല്ലേഷൻ എന്ന് പറയുന്നത്? ഇത്രയേ ഉള്ളൂ, എക്സ്ഫ്ലജെല്ലേഷൻ. അതായത് ഫ്ലജെല്ലയുടെ ഫോമിലാണ് ഇവിടെ എന്താണ് മൈക്രോ ഗാമേറ്റ്സ് ഉണ്ടാകുന്നത്. മൈക്രോ ഗാമേറ്റ്സ് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാകുന്നത് മൈക്രോ ഗെമറ്റോസൈറ്റുകളിൽ നിന്നാണ് ഇൻ ദ ഫോം ഓഫ് ഫ്ലജെല്ല, ആൻഡ് ദാറ്റ് പ്രോസസ് നോൺ ആസ് എക്സ്ഫ്ലജെല്ലേഷൻ. ഫ്ലജെല്ലയുടെ ഫോമിലാണ് ഇത് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ആ പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നു? എക്സ്ഫ്ലജെല്ലേഷൻ എന്ന് വിളിക്കുന്നു. മനസ്സിലാക്കുക. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോ ഗാമേറ്റ്സ് from microgametocyte in the form of flagella is known as exflagellation. അടുത്തത് ഈ മൈക്രോഗെമറ്റോസൈറ്റ്സ് കാര്യം നമ്മൾ മനസ്സിലാക്കി. അടുത്ത മാക്രോ ഗെമറ്റോസൈറ്റ്സ് എന്നുണ്ട് അല്ലെ. മാക്രോ ഗെമറ്റോസൈറ്റ്സ് എന്താണ്? ഫീമെയിൽ ഗാമേറ്റ് അല്ലെ. ഫീമെയിൽ ഗാമേറ്റ്സ് നമ്മൾ ഫീമെയിൽ ആണ് മാക്രോ ഗെമറ്റോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഈ മാക്രോ ഗെമറ്റോസൈറ്റ്സ് റിഡക്ഷൻ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് ഓരോന്നും മൈക്രോ ഗാമേറ്റ് ഫോം ചെയ്യും. മനസ്സിലായോ? മാക്രോ ഗാമേറ്റ്സ് ആണെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. Macro gametocyte എന്ത് ചെയ്യുന്നു? They undergo reduction division and each form a macro gametocyte. Each form a macro gamete. അപ്പൊ എന്താണ്? Macro gametocytes undergo reduction division and each produce a macro gamete. അതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടെ സെക്ഷൽ ഫേസ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗെമറ്റോസൈറ്റുകളായിരിക്കുമ്പോൾ ആ ഗെമറ്റോസൈറ്റ് ആണ് എവിടെ എൻ്റർ ചെയ്യുന്നത്? ഫീമെയിൽ അനഫിലസ് മോസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സന്റെ ബ്ലഡ് സക്ക് ചെയ്യുമ്പോൾ ഗെമറ്റോസൈറ്റും മറ്റുള്ള സ്റ്റേജുകളും അതിന്റെ സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യുന്നു ബ്ലഡിനോടൊപ്പം തന്നെ. ഇനി ഗെമറ്റോസൈറ്റ് ഒഴികെയുള്ള എല്ലാ സ്റ്റേജസും ബ്ലഡിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നു. ഗെമറ്റോസൈറ്റ്സിന് എന്ത് സംഭവിക്കുന്നു? ഗെമറ്റോസൈറ്റ്സ് മൈക്രോ ഗെമറ്റോസൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ മാക്രോ ഗെമറ്റോസൈറ്റ്സ് ഉണ്ട്. ഈ മൈക്രോ ഗെമറ്റോസൈറ്റ്സിന്റെ ന്യൂക്ലിയസ് 6 to 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ന്യൂക്ലിയസ് പെരിഫറയിലേക്ക് മൂവ് ചെയ്യുന്നു. സൈറ്റോപ്ലാസം ഒരു ഫ്ലജെല്ലയുടെ ഫോമിൽ വെളിയിലേക്ക് പുഷ് ഔട്ട് ചെയ്യുന്നു. ഓരോന്നിനും ചുറ്റും ഒരു ന്യൂക്ലിയസ് എൻക്ലോസ് ചെയ്ത് കാണപ്പെടുന്നു. ഇനി മനസ്സിലാക്കേണ്ട എന്താണ്? ഇതിനെയാണ് എന്ത് വിളിച്ചത്? മൈക്രോ ഗാമേറ്റ്സ് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ്സ് എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ ഇനി മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു പ്രോസസ്സിലൂടെ, അതായത് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോ ഗാമേറ്റ്സ് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ്സ് ഫ്രം മൈക്രോ ഗെമറ്റോസൈറ്റ് in the form of flagella is known as exflagellation. അതിനെയാണ് എക്സ്ഫ്ലജലേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കുക. ഇനി മാക്രോ ഗെമറ്റോസൈറ്റ്സ് ഉണ്ട് അല്ലെ. മാക്രോ മീൻസ് ഫീമെയിൽ ഗെമറ്റോസൈറ്റ്സ് ആണ്. അപ്പൊ മാക്രോ ഗെമറ്റോസൈറ്റ്സ് റിഡക്ഷൻ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഈച്ച് പ്രൊഡ്യൂസ് എ മാക്രോ ഗാമേറ്റ്. ഓരോന്നും ഒരു മാക്രോ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മനസ്സിലാക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ അടുത്ത സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കുള്ളത് ഇപ്പൊ മാക്രോ ഗാമേറ്റും ഉണ്ടായി, മൈക്രോ ഗാമേറ്റും ഉണ്ടായി. മാക്രോ ഗാമേറ്റും മൈക്രോ ഗാമേറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. അപ്പൊ സൈഗോട്ട് ഫ്യൂഷൻ വഴി ഫോം ചെയ്യും. ഫ്യൂഷൻ ബിറ്റ്വീൻ എ മാക്രോ ഗാമേറ്റ് ആൻഡ് മൈക്രോ ഗാമേറ്റ് results in the formation of a zygote, and the zygote thus formed is elongated in shape and motile. അപ്പൊ മാക്രോ ഗാമേറ്റും മൈക്രോ ഗാമേറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ട് ഇലോങ്ങേറ്റഡ് ആയിരിക്കും. പിന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മോട്ടൈൽ ആയിരിക്കും. മനസ്സിലാക്കുക. അതിനുശേഷം
ആ ഒരു സ്റ്റേജിനെയാണ് എന്ത് വിളിക്കുന്നത്? ഊകൈനേറ്റ് എന്ന് വിളിക്കുന്നത്. ആ സ്റ്റേജ്, അതായത് മാക്രോഗാമേറ്റ് മൈക്രോഗാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്ന ആ സ്റ്റേജിനെ, ആ ഒരു പാരസൈറ്റിക് സ്റ്റേജിനെ ഊകൈനേറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഊകൈനേറ്റ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മൊസ്കിറ്റോന്റെ സ്റ്റൊമക് വാളിൽ കൂടെ മൂവ് ചെയ്തിട്ട് അവസാനം ഔട്ടർ എപ്പിത്തീലിയൽ ലെയറിന്റെ താഴെയായിട്ട് വന്നിട്ട് അവിടുന്ന് എത്തുമ്പോഴത്തേക്കും അതൊരു സിസ്റ്റ് ഫോം ചെയ്യും, എൻസിസ്മെൻ ഉണ്ടാകും. അതിന് എൻസിസ്മെൻ ഉണ്ടാകും. അതായത് ഈ പറയുന്ന ഊകൈനേറ്റ് മൂവ് അലോങ് ദി stomach wall of the mosquito and undergoes encysment where beneath the outer epithelial layer. ഔട്ടർ എപ്പിത്തീലിയൽ ലെയറിന് താഴെയായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ അതിന് എൻസിസ്മെൻ, ഊകൈനേറ്റിന് എന്തുണ്ടാകുന്നു? ആ ഒരു സ്റ്റേജിൽ എൻസിസ്മെൻ നടക്കുന്നു. എൻസിസ്മെൻ നടക്കുമ്പോൾ ആ പാരസൈറ്റ് ഏത് സ്റ്റേജിലേക്ക് എത്തുന്നു? ആ പാരസൈറ്റ് നമ്മൾ ഊസിസ്റ്റ് എന്നാണ് അപ്പൊ വിളിക്കുന്നത്. ആ പാരസൈറ്റ് എന്ത് വിളിക്കുന്നു? ഊസിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി ഊസിസ്റ്റില് റിപ്പീറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ഡിവിഷൻ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാകുന്നു? സ്പോറോസോയിറ്റുകൾ ഉണ്ടാകുന്നു. അപ്പൊ ഊസിസ്റ്റ് റിപ്പീറ്റഡ് ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം ഡിവിഷൻ ഉണ്ടാകുന്ന ഭാഗമായിട്ട് ഊസിസ്റ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? നമ്പർ ഓഫ് സ്പോറോസോയിറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഊസിസ്റ്റിൽ നിന്നും സ്പോറോസോയിറ്റുകൾ ഉണ്ടാകുന്ന ആ ഫോർമേഷനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പോറോഗണി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫോർമേഷൻ ഓഫ് സ്പോറോസോയിഡ് ഫ്രം oocyst is known as സ്പോറോഗണി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി oocyst ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ സ്പോറോസൈറ്റുകൾ റിലീസ് ചെയ്യപ്പെടുന്ന ആദ്യം മൊസ്കിറ്റോന്റെ ഹീമോലിംഫിലേക്കാണ്. അവിടെ നിന്ന് അത് എങ്ങോട്ട് പോകുന്നു? മൊസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിലേക്ക് എത്തപ്പെടുകയും അവിടെ ഇരുന്നുകൊണ്ട് അത് മറ്റൊരു ഹ്യൂമൻ ഹോസ്റ്റിനെ ഇൻഫെക്ട് ചെയ്യാൻ, അതായത് ആ ബ്ലഡ് സക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കും. അപ്പൊ ആ ഇൻഫെക്ഷൻ ആർക്ക് കിട്ടും? ഒരു ഹ്യൂമൻ ഹോസ്റ്റിന് കിട്ടും. അപ്പൊ they remain ready for infecting human host when the mosquito sucks his blood. ഇത്രയും ക്ലിയർ ആയ ഒന്നുകൂടെ പറയാം. നമ്മൾ പറഞ്ഞു മൈക്രോഗാമേറ്റ് മാക്രോഗാമേറ്റ് ഫോം ചെയ്തതിനു ശേഷം അവ ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ സൈഗോട്ട് ഇലോങ്ങിനേറ്റ് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അതിന്റെ മറ്റൊരു സവിശേഷത മോട്ടയിലായിരിക്കും. ഇനി ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് അതിന് ഊകൈനേറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഊകൈനേറ്റ് ആയിരിക്കുന്ന അവസരത്തിൽ അത് ഈ പറയുന്ന മൊസ്കിറ്റോന്റെ സ്റ്റൊമക് വാളിലൂടെ എൻറ്റർ ചെയ്ത് എവിടെ എത്തുന്നു? എൻറ്റർ ചെയ്യുമ്പോൾ അത് ഔട്ടർ എപ്പിത്തീലിയൽ ലെയറിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും അതിൽ എൻസിസ്റ്റ്മെന്റ് ഉണ്ടാകുന്നു. അപ്പോൾ ആ പാരസൈറ്റിനെ എന്ത് വിളിക്കുന്നു? ഊസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. oocyst റിപ്പീറ്റഡ് ആസ് ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്ന ഭാഗമായിട്ട് ധാരാളം സ്പോറോസോയിറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്പോറോസോയിറ്റുകൾ oocyst ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സ്പോറോഗണി എന്ന് പറയുന്നത്. ഇനി oocyst ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ സ്പോറോസൈറ്റുകൾ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത് എങ്ങോട്ടാണ് റിലീസ് ചെയ്യപ്പെടുന്നത്? മൊസ്കിറ്റോന്റെ ഹീമോലിംഫിലേക്കാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇനി ഈ മൊസ്കിറ്റോന്റെ ഹീമോലിംഫിൽ നിന്നും അത് എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു? അത് സലൈവറി ഗ്ലാൻഡിലേക്ക് എത്തിച്ചേരുന്നു. ഇനി അവിടെ ഇരുന്നുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഒരു ഹ്യൂമൻ ഹോസ്റ്റിനെ ഇൻഫെക്ഷൻ കൊടുക്കുന്നു. മനസ്സിലായി? ഇത്രയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം വാക്സിനെ കുറിച്ച് മനസ്സിലാക്കിയത്. സെക്ഷൽ ഫേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ തന്നെ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അതാണ് പാത്തോജെനിസിറ്റി. എന്താണ് പാത്തോജെനിസിറ്റി? ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾ പാത്തോജെനിസിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ 4 പാത്തോജനിക് സ്പീഷീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? പ്ലാസ്മോഡിയത്തിന് 4 കോമൺ ആയിട്ട് പാത്തോജനിക് സ്പീഷീസ് ഉണ്ട്. അതാണ് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേരിയ, പ്ലാസ്മോഡിയം ഫാൽസിപുരം, പിന്നെ പ്ലാസ്മോഡിയം ഓവേ. ഇതില് പ്ലാസ്മോഡിയം വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു 14 ഡേയ്സ് വരെ. അപ്പൊ 11 to 14 ഡേയ്സ് ആണ് പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ മനസ്സിലാക്കുക. പ്ലാസ്മോഡിയം മലേറിയയ്ക്കാണെങ്കിൽ 18 to 21 ഡേയ്സ് ആണ് ഇൻക്യുബേഷൻ പീരീഡ്. പ്ലാസ്മോഡിയം ഫാൽസിപുരത്തിന് 9 to 12 ഡേയ്സ് ആണെന്ന് കൂടെ മനസ്സിലാക്കുക. അതായത് ഈ പറയുന്ന പ്ലാസ്മോഡിയം ഓവലിന് 9 ഡേയ്സ് ആണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് കോമൺ ആയിട്ടുള്ള പാത്തോജനിക് സ്പീഷീസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്ലാസ്മോഡിയം വൈറസ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപുരം, പ്ലാസ്മോഡിയം ഓവേ. ഇവ എല്ലാത്തിന്റെയും മോർഫോളജിയും ലൈഫ് സൈക്കിൾസും ഏകദേശം സിമിലർ ആണ്. പക്ഷെ ചില കേസസിലാണ് ഡിഫറൻസസ് കാണിക്കുന്നത്. അത് ഏതൊക്കെ കേസസ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പാത്തോജെനിസിറ്റിയിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോമൺ പാത്തോജനിക് സ്പീഷീസ് പ്ലാസ്മോഡിയത്തിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപുരം ആൻഡ് പ്ലാസ്മോഡിയം ഓവേ. എല്ലാത്തിന്റെയും ലൈഫ് ഹിസ്റ്ററിയും മോർഫോളജിയും ഏകദേശം സിമിലർ ആണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ചില വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻക്യുബേഷൻ പീരീഡ് എടുക്കുകയാണെങ്കിൽ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ 11 to 14 ഡേയ്സ് ആണ്. പ്ലാസ്മോഡിയം മലേറിയത്തിനാണെങ്കിൽ 18 to 21 ഡേയ്സ് ആണ്.
പ്ലാസ്മോഡിയം ഫാൽസിഫോയത്തിനാണെങ്കിൽ 9 to 12 ഡേയ്സ് ആണ്. പ്ലാസ്മോഡിയം ഓവയിലാണെങ്കിൽ 9 days ആണെന്ന് ഓർത്ത് വെക്കുക. അതാണ് ഡിഫറൻസസ്. ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്, അതിന്റെ പീരീഡ് ഓഫ് ഷൈസോഗണി. ദാറ്റ് ഇസ് നോട്ട് മച്ച് ഇമ്പോർട്ടന്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് ടൈപ്പ് ഓഫ് മലേറിയൽ ഫീവർ. അപ്പൊ ആദ്യം പീരീഡ് ഓഫ് ഇൻക്യുബേഷനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി പീരീഡ് ഓഫ് ഷൈസോഗണി, നമ്മൾ ഷൈസോഗണിയെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. അത് വ്യത്യാസമുണ്ട്, അത് ഡിഫറെന്റ് ആണെന്ന് പറയുന്നു. ഇനി അവിടെ തന്നെ ഇനി മീറോസോയിഡ്സുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന മീറോസോയിഡ്സുകളുടെ എണ്ണവും ഡിഫറെന്റ് ആണെന്ന് പറയുന്നു. ഇനി അതുപോലെ അവയുടെ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ടൈപ്പ് മലേറിയൽ ഫീവർ ആണ് ഇത് കോസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണെങ്കിൽ കോസ് ചെയ്യുന്ന മലേറിയൽ ഫീവറിനെയാണ് ബെനിഗ്നന്റ് ടെർട്ടൈൻ എന്ന് വിളിക്കുന്നത്. പ്ലാസ്മോഡിയം വൈവാക്സ് കോസ് ചെയ്യുന്ന മലേറിയൽ ഫീവർ ഏതാണെന്ന് ചോദിച്ചാൽ ബെനിഗ്നന്റ് ടെർട്ടൈൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി പ്ലാസ്മോഡിയം മലേറിയയെ കോസ് ചെയ്യുന്ന മലേറിയൽ ഫീവർ ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടൺ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ കോട്ടൺ ആണ് പ്ലാസ്മോഡിയം മലേറിയ കോസ് ചെയ്യുന്ന മലേറിയൽ ഫീവർ എന്ന് മനസ്സിലാക്കുക. ഇനി ഏത് ടൈപ്പ് ഓഫ് മലേറിയൽ ഫീവർ ആണ് പ്ലാസ്മോഡിയം ഫ്ലാസിഫോരം ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ മാലിഗ്നന്റ് ആയിട്ടുള്ള മലേറിയൽ ഫീവർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി പ്ലാസ്മോഡിയം ഓവയിലാണെങ്കിൽ മൈൽഡ് ടെർട്ടൈൻ ടൈപ്പ് മലേറിയൽ ഫീവർ ആണ് ഉണ്ടാക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ബെനിഗ്നന്റ് ടെർട്ടൈൻ എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് മലേറിയൽ ഫീവർ ആണ് പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ടാക്കുന്നത്. ഇനി പ്ലാസ്മോഡിയം മലേറിയ ആണെങ്കിൽ കോട്ടൺ എന്ന് പറയുന്ന ഒരു മലേറിയ ഫീവർ ആണ് ഉണ്ടാക്കുന്നത്. ഇനി പ്ലാസ്മോഡിയം ഫാൽസിഫോരം ആണെങ്കിൽ മലിഗ്നൻ എന്ന് പറയുന്ന മലേറിയ ഫീവർ ആണ് ഉണ്ടാക്കുന്നത്. ഇനി പ്ലാസ്മോഡിയം ഓവിയൽ എന്ന് പറയുന്നത് മൈൽഡ് ടെർട്ടൈൻ എന്ന് പറയുന്ന ഒരു മലേറിയ ഫീവർ ആണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ ഗാമറ്റോസൈറ്റിന്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം മലേറിയയും റൗണ്ട് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഗാമറ്റോസൈറ്റുകൾ റൗണ്ട് ഷേപ്പിലാണ്. ഇനി പ്ലാസ്മോഡിയം ഫാൽസിഫോരത്തിനാണെങ്കിൽ ക്രസന്റിക് ഷേപ്പും അതുപോലെ പ്ലാസ്മോഡിയം ഓവയിലാണെങ്കിൽ ഓവൽ ഷേപ്പിലുമാണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കോമൺ പാത്തോജൻ സ്പീഷീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിഫോരം, പ്ലാസ്മോഡിയം ഓവൽ. ഇത്രയാണെന്ന് മനസ്സിലാക്കാം. അതിന്റെ എല്ലാം ലൈഫ് ഹിസ്റ്ററി മോർഫോളജി ഏകദേശം സിമിലർ ആണ്. ബട്ട് ചില കേസസിൽ അത് ചില കാര്യങ്ങൾ അത് ഡിഫറൻസസ് കാണിക്കുന്നു. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു 11 to 14 days ആണ്. പ്ലാസ്മോഡിയം മലേറിയ 8 to 21 days, ഫാൽസിഫോരം ആണെങ്കിൽ 9 to 12 days, ഓവയിൽ ആണെങ്കിൽ 9 days. ഇനി അവയുടെ ഗാമറ്റോസൈറ്റിലെ ഷേപ്പ് പറയുകയാണെങ്കിൽ വൈവാക്സും മലേറിയയും ഗാമറ്റോസൈറ്റുകൾ റൗണ്ട് ഷേപ്ഡ് ആണ്. ഫാൽസിഫോരത്തിന്റെ ക്രസന്റിക് ഷേപ്പിലും ഓവയിലും ഓവൽ ഷേപ്പിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് ഇവർ കോസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മലേറിയ ഫീവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാസ്മോഡിയം വൈവാക്സ് ആണെങ്കിൽ മെഡിക്കൽ ടെർട്ടൈൻ എന്ന് പറഞ്ഞ മലേറിയ ഫീവർ ആണ് ഉണ്ടാക്കുന്നത്. പ്ലാസ്മോഡിയം മലേറിയ ആണെങ്കിൽ കോട്ടൺ എന്ന് പറയുന്ന മലേറിയ ഫീവറും, പ്ലാസ്മോഡിയം ഫാൽസിഫോരം എന്ന് പറഞ്ഞ മലിഗ്നന്റ് എന്ന് പറഞ്ഞ മലേറിയ ഫീവറും, ഓവൽ എന്ന് പറഞ്ഞ മൈൽഡ് ടെർട്ടൈൻ എന്ന് പറഞ്ഞ മലേറിയ ഫീവറുമാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ പറഞ്ഞു പ്ലാസ്മോഡിയത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ എറിത്രോസൈറ്റുകൾ ഡാമേജ്ഡ് ആകുന്നു അല്ലെ. എറിത്രോസൈറ്റുകൾ ഡാമേജ്ഡ് ആകുന്നു. പേഷ്യൻസ് അപ്പോ എന്ത് സഫർ ചെയ്യും? ദേ സഫർ ഫ്രം അനീമിയ. അനീമിയന്ന് സഫർ ചെയ്യും. നമ്മൾ പറഞ്ഞു എക്സോഎറിത്രോസൈറ്റ് സൈക്കിളും എൻഡോഎറിത്രോസൈറ്റ് സൈക്കിളും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പ്ലാസ്മോഡിയത്തിന് ഇൻഫെക്ഷൻ ഉണ്ടായാൽ എറിത്രോസൈറ്റുകൾക്ക് എന്ത് സംഭവിക്കും? ഡാമേജ് സംഭവിക്കും അല്ലെ. അപ്പം പേഴ്സൺസ് അത് സഫർ ചെയ്യുന്ന ആളുകൾക്ക് അനീമിക് കണ്ടീഷൻ ഉണ്ടാകാൻ ഉണ്ടാകും. ദേ സഫർ ഫ്രം അനീമിയ. അടുത്തത് ഇൻഫെക്റ്റഡ് ആയിട്ട് എറിത്രോസൈറ്റ്. അപ്പൊ എറിത്രോസൈറ്റുകൾ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായും അത് ഫ്രജൈൽ ആകും. അതിന്റെ അത് ഡാമേജ് സംഭവിക്കാൻ, ഇത് ബ്രേക്ക് ഔട്ട് ആകാം ആൻഡ് ഗെറ്റ് ഈസിലി റപ്ചേർഡ് ആൻഡ് ഡിസ്ട്രോയിഡ്. അപ്പൊ ഈ പറയുന്ന എറിത്രോസൈറ്റുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായാൽ നമ്മൾ പറഞ്ഞു ആളുകൾക്ക് അനീമിയ ഉണ്ടാകുന്നു, സഫർ ചെയ്യുന്ന ആളുകൾക്ക് അനീമിയ ഉണ്ടാകുന്നു, അതായത് എറിത്രോസൈറ്റിന് ഡാമേജ് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി സഡൻ ബേർസ്റ്റിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് ദ റിലീസ് ഓഫ് ടോക്സിക് മെറ്റീരിയൽസ് അലോങ് ദ മീറോസോയിഡ്സ് cause the hemolysis of normal erythrocytes. അപ്പൊ നോർമൽ എറിത്രോസൈറ്റുകൾക്ക് ഹീമോലൈസിസ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്നായിട്ടുള്ള ഇൻഫെക്റ്റഡ് സെല്ലുകൾ ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ടോക്സിക് മെറ്റീരിയൽസും അതുപോലെ മ്യൂറോസോയിറ്റുകളും പുറത്തേക്ക് വരുമ്പോൾ നോർമൽ ആയിട്ട് എറിത്രോസൈറ്റുകൾക്ക് ഹീമോലൈസിസ്, അതിനും എന്താ റപ്ചർ സംഭവിക്കും, ഡാമേജ് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. അത്രയും കാര്യങ്ങളാണ് പാത്തോജെനിസിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കിയത്. പാത്തോജെനിസിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കി എറിത്രോസൈറ്റുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അത് സഫർ ചെയ്യുന്ന ആളുകൾ അനീമിക് കണ്ടീഷൻ ആയിരിക്കും. പിന്നെ എറിത്രോസൈറ്റുകൾ ഡാമേജ് ആകും. സഡൻ ആയിട്ട് ഇൻഫെക്റ്റഡ് സെല്ലുകൾ ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിലെ ടോക്സിക് മെറ്റീരിയൽസ് ഈ മീറോസോയിഡ്സുകളെല്ലാം നോർമലായിട്ട് എറിത്രോസൈറ്റുകളെ എന്ത് ചെയ്യുന്നു? ഡാമേജ് കോസ് ചെയ്യുന്നു മനസ്സിലാക്കുക. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പാത്തോജെനിസിറ്റിയിൽ ക്ലിയർ ആക്കി കേട്ടത്. അടുത്ത് പ്രോഫൈലാക്സ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത്.
ഇപ്പൊ പ്രോഫൈലാക്സിസ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മൊസ്കിറ്റോ ബൈറ്റ്സ് യൂസിങ് മൊസ്കിറ്റോ നെറ്റ്സ് ഓർ റെപ്പലൻസ് അല്ലെ. മൊസ്കിറ്റോ നെറ്റ്സ് അല്ലെങ്കിൽ റെപ്പലൻസ് ഉപയോഗിച്ച് നമ്മൾ മൊസ്കിറ്റോയുടെ ബൈറ്റ്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടുന്നു. രണ്ട്, ഇറാഡിക്കേഷൻ ഓഫ് മൊസ്കിറ്റോസ് ബൈ യൂസിങ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ലാർവിസൈഡ്സ്, അതായത് ലാർവിസൈഡ്സും ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൊസ്കിറ്റോസിനെ ഇറാഡിക്കേറ്റ് നശിപ്പിക്കുന്നു. അതുപോലെ മൊസ്കിറ്റോ പോപ്പുലേഷനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ബ്രീഡിംഗ് പ്ലേസസിലൊക്കെ പോയി അതിനെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാഗ്നന്റ് വാട്ടർ, അത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ കെറോസിൻ ഓയിൽ അല്ലെങ്കിൽ മറ്റുള്ള ഓയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ ലാർവ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെ ആന്റി മലേറിയൽ ഡ്രഗ്സ് നമ്മൾ കൊടുക്കുന്ന എവിടെയാണ് ഈ പറയുന്ന മലേറിയൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏരിയയിലുള്ള ആളുകൾക്ക് ആന്റി മലേറിയൽ ഡ്രഗ്സ് കൊടുത്ത് ആ ഏരിയ അതിൽ നിന്ന് ഫ്രീ ആക്കുകയും ചെയ്യും. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രോഫൈലാക്സിസിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി പ്ലാസ്മോഡിയത്തിന്റെ നമുക്ക് പഠിക്കാൻ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്നതനുസരിച്ച് ക്ലാസ്സുകൾ നൽകുന്നതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. Bye from me. Thank you.